ബോസ് ഇറങ്ങിയ ടൈമിൽ ചേട്ടൻ സിനിമയിൽ നായകനായിട്ട് ഉണ്ടെന്നൊക്കെ വന്നത്. പിന്നെ ഒരു അത് പലരുടെ ഇടപെടൽ കാരണം അതെല്ലാം തീർന്നു. അപ്പം ഞാൻ ആദ്യമേ ചെങ്ങന്നൂര് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ വേണ്ട പന്തളവും ആയി. ശരിക്കും മനുഷ്യ നമ്മൾ എങ്ങോട്ടായി പോകുന്നേ? പറയാടാ, നിനക്ക് ധൃതിയൊന്നുമില്ലല്ലോ. കുറെ പന്തളമായിട്ടുണ്ട്. പന്തളം എന്നാണ് എന്നോട് പറഞ്ഞത്. മനുഷ്യ പന്തളത്തെ എവിടാ ഷൂട്ട്? ശരിക്കും പന്തളമല്ല. പന്തളമല്ല പിന്നെ ട്രിവാൻഡ്രോ. എന്ത് പരിപാടി? പരിപാടി ഒരു സർപ്രൈസ് നിനക്ക്. ആർക്ക്? നിനക്കൊരു സർപ്രൈസ്. എനിക്ക് സർപ്രൈസ്? എന്തിന്? ഒരു സ്പെഷ്യൽ ഷൂട്ട്. അച്ഛനെ എപ്പോഴാണ് നമുക്ക് ചെല്ലണ്ടേ? ടൈം 4 മണി. ഇപ്പൊ സമയത്രായി? ഓ, അപ്പം 3 മണിക്കൂർ യാത്രയില്ലേ? ട്രിവാൻഡ്രം അല്ലേ? അപ്പൊ ഗ്യാസ് ഇപ്പോൾ ഫുള്ളി ട്രാപ്പ് ആയിരിക്കുകയാണ്. ഇവിടെ ട്രാഫിക് ആണ്. എങ്ങനെ എത്തുമെന്ന് ഒരു പിടുത്തമില്ല. ഗൈസ് ഇപ്പോൾ നമ്മളൊരു ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ നമ്മുടെ കാസ്ട്രോ. ഇത് മനുഷ്യ ഇങ്ങനെയാണ് വണ്ടി എടുക്കുന്നത്. ഗൈസ് ഇപ്പോൾ നമ്മളൊരു ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. നമ്മുടെ കൂടെ ഈ മച്ചാനെ അറിയാവുന്ന നിങ്ങൾ ആരെങ്കിലും ഒന്ന് നോക്കിക്കേ. നമ്മുടെ കാസ്ട്രോയുടെ ഈഗിളിൻ്റെ ഒക്കെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്ന മച്ചാനാണ്. അതുപോലെ തന്നെ നമ്മുടെ എഡിറ്റർ ആരോണും ഉണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ എന്നോട് ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ പന്തളം വരെ പോകാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പന്തളമൊക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ആണെന്ന് തോന്നുന്നു. 1:30 ഇറങ്ങിയിരിക്കുന്നത്. 4 മണിക്കാണ് പരിപാടി. മാമോദീസയാണോ കല്യാണമാണോ ഒന്നും അറിയത്തില്ല. ഒരു കംപ്ലീറ്റ് സർപ്രൈസ് ആണ് ഇവർ വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നീ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൗണ്ട് കേൾക്കൂടാ. ചേട്ടാ ഒരു പഴംപൊഴി. എങ്ങനെ എപ്പോഴാ എക്സ്പ്രഷനൊക്കെ ഇടാം കഴിക്കാൻ നേരത്ത്. 2 മക്കള്. ഇപ്പോൾ ട്രാപ്പായിരിക്കും. ഫുള്ളി ട്രാപ്പാണ്. ഏകദേശം 3 മണിക്കൂറിന് അവിടെ ചെല്ലേണ്ടതാണ്. ഇപ്പം ട്രാഫിക് കാരണം എത്തുന്നൊരു പിടുത്തമില്ല. മനുഷ്യ രണ്ടുപേരും എങ്ങോട്ടായി നോക്കുന്നു? ഫ്രണ്ട് നോക്കി ഓടിച്ച്. Because men will be men. Seagram's Imperial Blue Package Drinking Water. അതൊരു ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, കുഞ്ഞ്. അച്ഛനമ്മയെ തന്നെ ആയിരിക്കണം നോട്ട്. ആരോടെ ഇങ്ങോട്ട് നോക്ക് നാണക്കേടാ. ടാറ്റു. എടേ എങ്ങോട്ടാടേ എന്നെ കൊണ്ടുപോകുന്നേ? എടേ എങ്ങോട്ടാടേ കൊണ്ടുവന്നേ? ട്രിവാൻഡ്രം ആയടേ. ഇപ്പോഴേലും പറയടേ. ആരെങ്കിലും പറയുന്നില്ലേ? മനുഷ്യ 4 മണിക്ക് അല്ലണോന്നല്ലേ പറഞ്ഞു? 4:15 എടാ പൊന്നോട് പോവാൻ ഞാൻ പ്ലെയിനൊന്നും അല്ലോ ഓടിക്കുന്നത്. ഇങ്ങനെ എനിക്ക് പറന്നു പോകാനൊന്നും പറ്റത്തില്ല. ഈ ബ്ലോക്കിൽ കൂടെ ഞാൻ എങ്ങനെ പോയാ? തിരുവനന്തപുരം ഇത്.
മനുഷ്യ ഇപ്പോഴേലും പറ നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഫോട്ടോഷൂട്ടാന്ന് മനസ്സിലായി. നമ്മള് ഇവിടെ ചെറിയൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റാ? ആ, നിനക്കൊരു സർപ്രൈസ് തരാന്ന് വെച്ചിട്ട് നിന്നെ കൊണ്ട് ഞങ്ങൾ വന്നത്. ശരി. സെലിബ്രേറ്റ് ചെയ്യണോ? സെലിബ്രേറ്റ് ചെയ്യാം. നാളെ കാണാം. പവറാണല്ലോ പരിപാടി. അപ്പം സെലിബ്രേറ്റ് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല. കഴിച്ചപ്പം സെലിബ്രേറ്റ് കാണാനായിട്ട് നിൽക്കുവാണ്. സെലിബ്രിറ്റിമാരൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഏതാ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല. കട്ട എക്സൈറ്റ്മെന്റ് ആണ് സെലിബ്രേറ്റ് കാണാനായിട്ട്. പോയി ഒരു അവാർഡ് ഫംഗ്ഷൻ ആരൊക്കെയാ വരുന്നത് ഒരു പിടുത്തവും ഇല്ല. നമ്മുടെ ആരാണ് ഇതൊന്നും മനസ്സിലേ കാണുന്നില്ല. കഴിച്ചപ്പോ ഒരു BM വന്നിട്ടുണ്ട്. ആരാന്ന് ഒരു പിടുത്തവും ഇല്ല. എന്തുവാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ട പരിപാടി കാണാനായിട്ട്? 4 മണിക്കാണ് എത്തേണ്ടതെന്ന് പറഞ്ഞു. 4:30 എത്തിയത്. എങ്കിൽ പോലും 5 മണിയായിട്ട് ഇതുവരെ ആൾക്കാരൊന്നും വന്നിട്ടില്ല. ബെൻസ് വരുന്നുണ്ട്. റോൺ സെലിബ്രിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഈ റോൾ പ്ലേ ആയിരുന്നു. ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ട്. ഒരു വട്ടം ഞാൻ ഫോട്ടോ കൊടുക്കാനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് ഞങ്ങളത് കാണുന്നത്. എന്തായാലും പോയതോടെ നല്ല എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു. പിന്നെ പലരും വന്ന് സംസാരിച്ചു. പക്ഷെ നമ്മുടെ റോബിൻ ചേട്ടായുടെ കൂടെ വേറൊരാളൂടെ വന്നിട്ടുണ്ട്. മാപ്പു നൽകു മഹാമതേ, മാപ്പു നൽകു ഗുണനിധേ. Dr. Robin Radhakrishnan. Dr. Robin Radhakrishnan as the most vibrant influencer of the year. Coming up this session. അങ്ങനെ കുറെ പേര് അവാർഡൊക്കെ മേടിച്ചു. ചേട്ടാ, അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ പോകുന്നു. ബൈ ബൈ. ഹലോ, ഓർമ്മയുണ്ടോ? ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. എന്തൊരു പടം വരച്ചോണ്ട് ഞാൻ ഇവിടെ വന്നെ. ഒരു പടം വരച്ചോണ്ട് അല്ല കൊച്ചിയില് ആ ഒരു ഫോട്ടോ ആയിട്ട് in that
butterflies, 'cause there's so many things left to explore. I don't wanna. എടി ഇതായിരുന്നില്ലേ നിന്റെയൊക്കെ സർപ്രൈസ് റോബിൻ ബ്രോ. ബിഗ് ബോസ് ഇറങ്ങിയ ടൈമിൽ ചേട്ടൻ സിനിമയിൽ നായകനായിട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ വന്നത്. പിന്നെ ഒരു അത് പലരുടെ ഇടപെടലുകൾ കാരണം അതെല്ലാം തീർന്നു. അപ്പം ഞാൻ ഒരു സാധാരണക്കാരനാണ്, എനിക്ക് സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യണമെന്നുണ്ട്. അതെന്തായാലും ഞാൻ ചെയ്യും, മനസ്സിലായില്ലേ? പല ഓഫേഴ്സ് വന്നാലും സത്യം പറയാം എൻ്റെ സിനിമ ഞാൻ അനൗൺസ് ചെയ്തുകൊണ്ട് രാവണ യുദ്ധം എന്ന് പറഞ്ഞ സിനിമ തന്നെയായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ. ഇത്രയും നാൾ വെയിറ്റ് ചെയ്യുന്നതും അതിന് വേണ്ടി തന്നെയാണ്, മനസ്സിലായില്ലേ? അതെന്തായാലും അത് വരും. ഇനി വരത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ, ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും, സിനിമ എടുത്തിരിക്കും, അത്രേ ഉള്ളൂ.